ഡിസംബർ 14 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ്, വിശുദ്ധ അഗ്നലൂസ്, വിശുദ്ധ ദ്രൂസുസ്, വിശുദ്ധ സോസിമൂസ്, വിശുദ്ധ തെയോഡോർ, വിശുദ്ധ എവുസ്ത്രാസ്യൂസ്, വിശുദ്ധ ഔക്സൻസിയൂസ്, വിശുദ്ധ എവുജീൻ, വിശുദ്ധ മർദാരിയൂസ്, വിശുദ്ധ ഒരേസ്തൂസ്, വിശുദ്ധ ഫിൻഗാർ, വിശുദ്ധ ഫിയാല, വിശുദ്ധ ഹെറോൺ, വിശുദ്ധ അർസേനിയൂസ്, വിശുദ്ധ ഇസിദോർ, വിശുദ്ധ ഡിയോസ്കോറൂസ്, വിശുദ്ധ യൂസ്തുസ്, വിശുദ്ധ അബുന്തിയൂസ്. വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് 1542 1591 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് ജീവിച്ചിരുന്നത്. ആവിലായിക്ക് സമീപം ഫോണ്ടിബേർ എന്ന സ്ഥലത്ത് 1542 ജോൺ ജനിച്ചു. ഇപ്പസിലെ ഗോൺസാലസ് ആണ് പിതാവ്. അദ്ദേഹം ഒരു അനാഥയെ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിന്റെ ഓഹരി ലഭിച്ചില്ല. 3 കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി. അമ്മ നിരാലംബയായി മെദീനയിൽ താമസമാക്കി. ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി. അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. 21-ാമത്തെ വയസ്സിൽ ദൈവമാതാവിനോടുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെദീനയിലെ കർമ്മലീത്ത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു. കഠിന പ്രായശ്ചിത്തങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത്. രോമച്ചട്ടയും ഉപവാസവും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായിരുന്നു. ഒരു സഹോദരനായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിന്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് 1567 അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി. അദ്ദേഹം പുരോഗതനാകുന്നതിന് മുമ്പ് പെയിന്റിങ്ങും ആശാരിപ്പണി തുടങ്ങിയ പ്രായോഗിക വൈദഗ്ധ്യങ്ങളിൽ വിദ്യാഭ്യാസവും നേടിയിരുന്നു. അന്ന് അദ്ദേഹം കുറെ കൂടി കഠിനമായ നിയമങ്ങൾ പാലിച്ചിരുന്ന കർത്തൂസ്യൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു തുടങ്ങി. അത് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ മനസ്സിലാക്കി. വിശുദ്ധ ത്രേസ്യ അദ്ദേഹത്തോട് കർമ്മലീത്ത സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം കർമ്മലീത്ത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയോരായി. അദ്ദേഹം നടത്തിയ നവീകരണം പ്രിയോർ ജനറാളിന്റെ അനുവാദത്തോടു കൂടിയായിരുന്നെങ്കിലും മുതിർന്ന സന്യാസികൾ നവീകരണത്തെ എതിർത്തു. അദ്ദേഹത്തെ ഒരു പാഷണ്ഡിയായിട്ടാണ് അവർ വീക്ഷിച്ചത്. തൽഫലമായി അദ്ദേഹം 9 മാസം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. റൊട്ടിയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം. 16-ാം നൂറ്റാണ്ടിലെ സന്യാസിമാർ വിശുദ്ധ ജോണിനെ പേൻ ബാധിച്ച ഒരു സെല്ലിൽ 6 അടി 10 അടി ഉയരത്തിൽ പൂട്ടിയിട്ടു. മഞ്ഞുകാലത്ത് വളരെ തണുപ്പുള്ളതിനാൽ മഞ്ഞുവീഴ്ചയിൽ നിന്ന് കാൽവിരലുകളുടെ തൊലി ഉരിഞ്ഞുപോയി. അവൻ തറയിലെ പലകയിൽ കിടന്നുറങ്ങി. അദ്ദേഹത്തിന് അതിസാരം ബാധിച്ചു. മത്തിയുടെയും റൊട്ടിയുടെയും പഴകിയ അവശിഷ്ടങ്ങൾ കൂടാതെ ഛർദി ഉളവാക്കുന്ന ദുർഗന്ധം സഹിക്കേണ്ടി വന്നു. അതുകാരണം അവന്റെ വെറുപ്പുള്ള ജയിലർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അവന്റെ മാലിന്യ ബക്കറ്റ് മാറ്റാൻ വന്നത്. തന്റെ മുറിയിൽ താനും ദൈവവും മാത്രമായി 27 ദിവസങ്ങൾ തള്ളി നീക്കി. ദൈവവുമായുള്ള ഐക്യം സുസാധ്യമായി. ആധ്യാത്മിക കീർത്തനവുമായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നെങ്കിൽ വിസ്മയിക്കേണ്ട. ടൊളേദോ ജയിലിലായിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് മനസ്സിലായി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, സഹിക്കുകയും അങ്ങേ പ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. ചെറുപ്പകാലത്ത് കുറേ കഷ്ടതകൾ ജോൺ അനുഭവിച്ചിരുന്നു. 7 വർഷത്തോളം ജോൺ ഭേദപ്പെടാനാകാത്ത രോഗങ്ങളും ഭ്രാന്തും ബാധിച്ച ആശുപത്രിയിൽ രോഗികളെ പരിചരിച്ചിരുന്നു. ഈ ദാരിദ്ര്യത്തിൽ നിന്നും ജോൺ സൗന്ദര്യവും സന്തോഷവും അന്വേഷിക്കുവാൻ പഠിച്ചത് ലോകത്തിലല്ല, ദൈവത്തിലാണ്. ജെസ്യൂട്ടുകൾ സ്ഥാപിച്ച ഒരു സ്കൂളിൽ അദ്ദേഹം പതിവായി പോകുന്ന സമയത്താണ് ഭാവി ജീവിതത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ അദ്ദേഹത്തോട് ദൈവത്തെ സേവിക്കണമെന്ന് പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടിയത്. അദ്ദേഹത്തിന്റെ കർമ്മലമല കയറ്റം, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, സ്നേഹഗീതം, സ്നേഹജ്വാല എന്നീ മുഖ്യകൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 1591 49-ാം വയസ്സിൽ ഉബേദയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. 85 വർഷങ്ങൾക്ക് ശേഷം 1675 ക്ലമന്റ് 10-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവി നൽകി ആദരിച്ചു. 50 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനായി അംഗീകരിക്കപ്പെട്ടു. പിന്നീട് 1926 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിച്ചു.
അതികഠിനമായ സഹനത്തിലൂടെയും കർശനമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും സ്വന്തം ജീവിതത്തിന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിച്ച വിശുദ്ധനായ കുരിശിലെ യോഹന്നാനെ, ഈ ലോകത്തുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.